ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയുണ്ട്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക, അത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ ഈ ബാക്കിൽ വരുന്ന ക്യാമോ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയർ പുതിയ ടയർ അടക്കണേ. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. തുടച്ച് ക്ലീൻ സെറ്റ് ചെയ്യാനുള്ളൂ. കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡ് അയച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്. നമുക്ക് അതിൻ്റെ ഭാഗങ്ങൾ, വേരിയേറ്റർ ബോഡി, അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ നിലവിൽ ബെൽറ്റൊക്കെ നോക്കുമ്പോൾ ഓൾറെഡി കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ കിട്ടും. നമുക്ക് അടുത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് മെയിനായിട്ട് അയച്ചു നോക്കാം. എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിക്കളയാം. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നോക്കി നോർമൽ തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റും വേറെ പറയാത്ത കംപ്ലയിൻറ്റ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തിയിടുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിൾ നോക്കി നമുക്ക് അത്യാവശ്യം പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളതിന് ബാക്ക് വീല്, ക്ലച്ച് സൈഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് കൂടി അഴിക്കുക. നമ്മളതിൻ്റെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബാക്കിലത്തെ അത് സെറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്തിടും. പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റർ, ഹോണ്, അതേപോലെ ഹെഡ്ലൈറ്റ് പോയിൻ്റൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാനെൻ്റെ വോൾട്ടൊക്കെ നോക്കി. അപ്പോൾ 13 വോൾട്ട് വരെ വന്നുണ്ട്, 13.7 വന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.47 വരെ വന്നുണ്ട്. നിലവിലത്തെ കണ്ടീഷനിൽ ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേറെ പറയത്തക്ക അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ സർവീസാണ്. പീരിയോഡിക് സർവീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വർക്കുകൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോൺടാക്ട് ചെയ്താൽ എന്തായാലും ഒരു 6 മണിക്കുള്ളിലൊക്കെയാണ് തീരുള്ളൂ കേട്ടോ. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം. വാട്ടർ സർവീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. കാരണം ബാക്കിലത്തെ ലേഡീസ് ഫുഡ് ഡ്രസ്സ് വന്ന ഭാഗത്തൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നിലവിലുള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ.